ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അൺഒഫീഷ്യൽ സർവേ 2026 സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് UDF ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. പാർട്ടിയിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് എല്ലാ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപന്തിയിൽ നിൽക്കുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലുമാണ്. VD സതീശനെ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൊത്തത്തിൽ ആടിയൊലിഞ്ഞ് പോയിരുന്നു. തകർന്ന കോൺഗ്രസിനെ ഈ ഒരു നിലയിൽ എത്തിച്ചതിനെ നല്ലൊരു പങ്ക് വഹിച്ചത് VD സതീശനായിരുന്നു. എന്നിരുന്നാൽ പോലും രമേശ് ചെന്നിത്തലയെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അതായത് 2021 പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപരി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനായിട്ട് നിന്നിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് നമുക്കിതിലൂടെ തന്നെ കാണാവുന്നതാണ്. എന്നതിലുപരി K സുധാകരൻ്റെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിനുമാണുള്ളത്. VD സതീശനെ ഒരു സൈഡിൽ നിന്ന് മാറ്റാനായിട്ടാണ് G സുധാകരൻ്റെയൊക്കെ ഒരു നീക്കം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് KC വേണുഗോപാലിനെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള പിടിപാടും അതിലുപരി രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള സൗഹൃദവുമെല്ലാം അദ്ദേഹം മാക്സിമം യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും വിവിധ സ്ഥാനാർത്ഥികൾ KC വേണുഗോപാലിനാണ് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനാണെങ്കിലും G സുധാകരൻ പിന്തുണ അർപ്പിച്ചിരിക്കുന്നത് KC വേണുഗോപാലിന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിൽ തന്നെയാണ്. എവിടെയും VD സതീശന്റെ പേര് G സുധാകരനൊന്നും പരാമർശിച്ചിട്ടില്ല. VD സതീശനെ പറ്റി നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ 100 സീറ്റിന് അപ്പുറം എന്നുള്ള രീതിയിൽ വല്ലതും കോൺഗ്രസ് ഈ പ്രാവശ്യം സീറ്റ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും തിരിഞ്ഞു നോക്കാതെ തന്നെ VD സതീശന് നേരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെ കുതിച്ചു കയറാവുന്നതാണ്. 90-100 സീറ്റ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ VD സതീശൻ പറഞ്ഞ വാക്ക് പാലിച്ചെന്നുള്ള രീതിയിൽ തന്നെ മികച്ച മുന്നേറ്റത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറി പോകുന്നതാണ്. 70-80 സീറ്റുകളാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. അതായത് ചെന്നിത്തലയും സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള യുദ്ധം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവായി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.